ഒരുവന്റെ നയനങ്ങൾ നിമീലിതമാകുന്നത്, അതായത് ഒരാൾ ഉറങ്ങുമ്പോൾ കണ്ണുകൾ അടക്കില്ലേ, അത് നീലാംബരി രാഗത്തിലാണെന്നാണ് പറയുന്നത്. ഒരാൾ ഉറങ്ങുക, സുഷുപ്തിയിലേക്ക് ആണ്ടുപോവുക എന്ന അവസ്ഥയിലേക്ക് എത്തുന്നത്. അതുകൊണ്ടാണ് ഉറക്ക പാട്ടുകൾ നീലാംബരി രാഗത്തില് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. കിലുകിൽ പമ്പരം തിരിയും മാനസം അറിയാതമ്പിളി മയങ്ങോ വാവാവോ. ഇതാണ് നീലാംബരി രാഗം. മഴ പെയ്യുന്നത് ശ്രീരാഗം എന്ന രാഗത്തിലാണ്. എന്തരോ മഹാനുഭാവലു എന്ന കീർത്തനം നിങ്ങൾ കേട്ടിട്ടില്ലേ? ആ രാഗമാണ് ശ്രീരാഗം. ആ ശ്രീരാഗത്തിന്റെ താളത്തിലാണ്, ആ ശ്രീരാഗത്തിന്റെ ഈണത്തിലാണ് മഴ പെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോ ഈ പ്രപഞ്ചത്തിന്റെ ഓരോ ഉൽപ്പത്തിയും ഓരോ ചലനവും മനുഷ്യന്റെ കർണങ്ങൾക്ക് കേൾക്കാവുന്നതും കേൾക്കാൻ പറ്റാത്ത തരത്തിലുമുള്ള ശബ്ദങ്ങൾ കൊണ്ട് മുഖരിതമാണ്. ഇപ്പൊ കർണഗോചരം, മനുഷ്യന് കർണഗോചരമല്ലാത്തത് മറ്റു ജീവജാലങ്ങൾക്ക് കർണഗോചരമാണ്. 2200 മെഗാഹെർട്സ് ആണ് ഒരു മനുഷ്യന്റെ കേൾക്കാൻ പറ്റുന്ന കർണഗോചരമായിട്ടുള്ള ശബ്ദപരിധി, അല്ലെ? അതിനുള്ളിലേക്ക് അവർക്കത് സാധിക്കില്ല. എന്നാൽ ആന, പട്ടി മുതലായ ജീവജാലങ്ങൾക്കൊക്കെയും മനുഷ്യന് കേൾക്കാൻ പറ്റാത്ത ഫ്രീക്വൻസിയിലുള്ള ശബ്ദ തരംഗങ്ങള് അവരുടെ കർണങ്ങളിൽ വന്ന് പതിക്കും. അതുകൊണ്ടാണ് ചില പ്രകൃതിക്ഷോഭങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ആ ശബ്ദ തരംഗങ്ങളെ ഈ സാധാരണ പക്ഷിജാലങ്ങളോ മൃഗാദികളോ ഒക്കെ തിരിച്ചറിഞ്ഞിട്ട് അവര് പെട്ടെന്ന് ബുദ്ധിമുട്ടുകൾ, അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുന്നത്. എന്നാൽ മനുഷ്യന്റെ കർണങ്ങൾക്ക് ഗോചരമല്ലാത്ത ഇത്തരത്തിലുള്ള ശബ്ദങ്ങളെ തങ്ങൾക്കറിയാവുന്ന സാധനാ മാർഗം ഉപയോഗിച്ച്, സിദ്ധി മാർഗം ഉപയോഗിച്ച് നമ്മുടെ ഭാരതത്തിലെ ഋഷീശ്വരന്മാര് കണ്ടെത്തിയിരുന്നു. അങ്ങനെയുള്ള അക്ഷരങ്ങളെ ബീജാക്ഷരങ്ങളെന്നും വാഗ്ഭവ കൂടൈകങ്ങൾ എന്നും ഒക്കെ പല പല വിധേന അകാരം, ഉകാരം, മകാരം തുടങ്ങി ഇവയ്ക്കുള്ളിൽ വരുന്ന ബീജാക്ഷരങ്ങളായും വാഗ്ഭവ കൂടങ്ങളായും ഒക്കെ തരം തിരിച്ച് പല പല ശബ്ദരൂപങ്ങളാക്കി ഋഷീശ്വരന്മാര് തന്നിട്ടുണ്ട്. അത് പ്രയോഗിക്കേണ്ട രീതി, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് പ്രയോഗിക്കേണ്ടുന്ന രീതിയും അവര് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മന്ത്രങ്ങൾ പ്രയോഗിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ബാഹുല്യാഷ്ടകം എന്നൊരു കൃതി സാധാരണ കൃതികൾ ചൊല്ലുന്നത് പോലെ നമുക്ക് ചൊല്ലാൻ പറ്റില്ല. അത്യധികം വ്രതാനുഷ്ഠാനത്തോടു കൂടി ശരീരവും മനസ്സും ഒക്കെ ശുദ്ധമാക്കി വെച്ചുകൊണ്ട് വേണം ബാഹുല്യാഷ്ടകം നമ്മൾ ജപിക്കാൻ. കാരണം ഇതിലെ അക്ഷരങ്ങൾക്ക് ഇത്രയും ശക്തിയുണ്ട്. ഇപ്പൊ നമ്മുടെ ഉള്ളിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്, അല്ലെ? അതെന്തിനാ നമ്മൾ ഉപയോഗിക്കുന്നത്? ആഹാരപദാർത്ഥങ്ങളെ ദഹിപ്പിക്കാൻ. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള സാധനം അല്ലേ ഹൈഡ്രോക്ലോറിക് ആസിഡ്. അപ്പൊ അതുകൊണ്ട് കുറച്ചേറെ ദഹിച്ചോട്ടെ എന്ന് വിചാരിച്ചത് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള രൂപത്തിലെടുത്ത് കുടിച്ചാൽ എന്താ പറ്റുക? പൊള്ളി പോവില്ലേ? എന്ന് പറയുന്നത് പോലെ എപ്പോഴും ബീജാക്ഷരങ്ങളോ ബീജമന്ത്രങ്ങളോ ഒക്കെ നിങ്ങൾ മന്ത്രദീക്ഷ സ്വീകരിക്കുക എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ഈ ബീജാക്ഷരങ്ങൾ വേണ്ട രീതിയിൽ, വേണ്ട സമയത്ത്, ഏത് ഇന്ദ്രിയത്തിന് വേണ്ട രീതിയിൽ എങ്ങനെ പ്രയോഗിക്കണമെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ആത്മജ്ഞാനികളായ ഗുരുക്കന്മാരിൽ നിന്ന് ഈ മന്ത്രങ്ങളുടെ, ബീജാക്ഷരങ്ങളുടെ ദീക്ഷ സ്വീകരിച്ച്, ഉപദേശം സ്വീകരിച്ചതിന് ശേഷം മാത്രമേ ബീജാക്ഷരങ്ങൾ ഉപയോഗിക്കാവൂ എന്നാണ് ഋഷീശ്വരന്മാര് നമുക്ക് നൽകുന്ന നിർദ്ദേശം. എന്നാൽ ഇതില് ശ്രീനാരായണ ഗുരുസ്വാമി തൃപ്പാദങ്ങള് ശരീരത്തിന് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകാത്ത തരത്തില് ഇതിനെ പ്രത്യേകമായി ക്രോഡീകരിച്ചാണ് നമ്മുടെ മുന്നിലേക്ക് ഒരു ബീജാക്ഷര മഹാപ്രവാഹം കൊണ്ട് തീർത്ത ഒരു അത്ഭുത സ്തോത്രം രചിച്ചു തന്നിട്ടുള്ളത്. ഈ സ്തോത്രം കാണാതെ പഠിക്കാൻ ഒരു ടെക്നിക്ക് കൂടി മഹാഗുരു ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്താണത്? ഇതില് ആദ്യത്തെ ഓരോ ശ്ലോകത്തിലെയും ആദ്യത്തെ അക്ഷരങ്ങൾ ചേർത്ത് വെച്ചാല് എങ്ങനെ വരും? ഓം ഓമോ ഹോമ ധൂമ പ്രകട തടജടാ കോടി ഭോഗി പ്രപൂരം, അല്ലെ? അപ്പൊ ആദ്യത്തെ ശ്ലോകത്തിലെ ആദ്യത്തെ അക്ഷരം ഓം. അടുത്ത ശ്ലോകം ആരംഭിക്കുന്നത് ഹ്രീം 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 ഹൃഷ്ടഷഡ്കന്ധരമഘമരണാരണ്യ സംവർത്തവന്യം, അല്ലെ? അപ്പൊ അടുത്ത മന്ത്രം ഹ്രീം, അല്ലെ? രണ്ടാമത്തെ ശ്ലോകത്തിലെ ആദ്യത്തെ അക്ഷരം ഹ്രീം. അടുത്തത് ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ശം 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 ശബ്ദരൂപം ശശിധരമമലം ശങ്കരം സാംബമൂർത്തി, അല്ലെ? അപ്പൊ ഷായാണ്, അല്ലെ? അടുത്തത് ആരംഭിക്കുന്നത്
രം 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 രമ്യദേഹം രജതഗിരിഗൃഹം രക്തപത്മാംഗ്രിയുഗ്മം അല്ലെ. ഇതില് ആദ്യത്തെ അക്ഷരം എന്താണ്? ര അല്ലെ. അടുത്തത് വം 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 ആണോ? ഹം 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 ഹംസയോഗി പ്രവര ഭുജക നിർവിഘ്ന കർമ്മ പ്രപഞ്ചം അങ്ങനെയല്ലേ? അപ്പൊ ഹ അങ്ങനെയല്ലേ വരിക? ഹം 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 ഹംസയോഗി പ്രവര സുഖകരം ഹസ്തലക്ഷ്മി സമേതം അങ്ങനെയല്ലേ? അപ്പോ അടുത്ത അക്ഷരം എന്താണ്? ഹ അങ്ങനെയല്ലേ? അഞ്ചാമത്തെ ശ്ലോകത്തിലെ ആദ്യത്തെ അക്ഷരം. ഇനി ആറാമത്തെ ശ്ലോകം ആരംഭിക്കുന്നത് എങ്ങനെ? നം 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 അങ്ങനെയല്ലേ ആരംഭിക്കുക? ഇനി അടുത്തതോ ഏഴാമത്തെ ശ്ലോകം ഭം ഭം ഭം, അതിൽ ആദ്യത്തെ അക്ഷരം ഭ അല്ലെ. അടുത്തത് വം വം വം, എന്താണ്? വ. ഇതെല്ലാം കൂടി ഒന്ന് ചേർത്ത് വായിച്ചേ. ഓം ഹ്രീം ശര ഹണ ഭവ അല്ലെ. ശര ഹണ ഭവ. നമ്മളത് കേട്ടിട്ടുള്ളത് എങ്ങനെയാ? ഈ മന്ത്രം ബാലസുബ്രഹ്മണ്യ മന്ത്രം ഓം ഹ്രീം ശരവണ ഭവ എന്നാണ് കേട്ടിട്ടുള്ളത് അല്ലെ. അപ്പൊ എന്തായിരിക്കും ഈ ശരഹണ ഭവ എന്നായി പോയത്? ഗുരുവിന് തെറ്റുപറ്റിയതായിരിക്കോ? സാധ്യതയുണ്ടോ? ഇല്ല. അതെന്തായിരിക്കും? അപ്പൊ ഞാനും ഈ ഒരു ചോദ്യം അന്വേഷിച്ച് കുറെ പരിധി നടന്നു. എന്തായിരിക്കാം ഭഗവാൻ ഇവിടെ ഈ ശരഹണ ഭവ എന്ന് ചേർത്തിരിക്കുന്നത്? അപ്പൊ ഗുരു കൃതികളുടെ വ്യാഖ്യാന പുസ്തകങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചു നോക്കി. അപ്പൊ അതില് രണ്ട് വ്യാഖ്യാനങ്ങളിൽ പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട രണ്ട് വ്യാഖ്യാനങ്ങളിൽ പ്രത്യേകിച്ച് അതിന് കാരണമൊന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ ഒരു വ്യാഖ്യാനത്തില് ഒരിടത്ത് ഈ വം 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 വാഹിനീശം വാ എന്ന പദം ആവർത്തിച്ചിട്ടുള്ളത് കൊണ്ട് വീണ്ടും ആവർത്തന വിരസത ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഗുരു വെറുതെ ഹാ പ്രയോഗിച്ചതായിരിക്കും എന്നൊരു ഉത്തരമാണ് കിട്ടിയത്. അതും അത്ര തൃപ്തികരമായിരുന്നില്ല. പിന്നീട് ഈ അന്വേഷണം തുടരെ മുന്നോട്ട് പോയപ്പോ ശ്രീനാരായണ ഗുരുവും സുബ്രഹ്മണ്യനുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ചൊക്കെ പഠിച്ചു. അങ്ങനെ പഠിച്ചു ചെന്നപ്പോ ഗുരുവിന് ഈ തമിഴ് ഭാഷയുമായിട്ട് ഒരു അടങ്ങാത്ത ബന്ധമുണ്ട് എന്ന്, ഒരു വല്ലാത്ത ബന്ധമുണ്ട് എന്ന് അറിയാനായിട്ട് സാധിച്ചു. അതായത് സുബ്രഹ്മണ്യ കീർത്തനങ്ങളിൽ പലയിടത്തും മലയാള സ്തോത്രങ്ങളിൽ പോലും ഈ തമിഴ് ഭാഷ കടന്നു വരുന്നത് കാണാനിടയായി. ശ്രീനാരായണ ഗുരുവിന്റെ തമിഴ് സ്തോത്രങ്ങളെ കുറിച്ച് പഠിച്ചു. തേവാര പടികങ്ങൾ, ഒരു തമിഴ് ശ്ലോകം തുടങ്ങിയ തമിഴ് സ്തോത്രങ്ങളെ കുറിച്ച് പഠിച്ചു. അപ്പോ മനസ്സിലായി ശ്രീനാരായണ ഗുരുസ്വാമി തൃപ്പാദങ്ങള് തമിഴ്നാട്ടിൽ കുറെയേറെ സഞ്ചരിച്ചിട്ടുണ്ട്. അവിടുത്തെ തമിഴ് സിദ്ധന്മാരുടെ പാടലുകൾ മഹാഗുരു വശഗതമാക്കിയിട്ടുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഈ ആധ്യാത്മിക ശാസ്ത്രത്തിന്റെ അടിത്തറ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് വേദങ്ങളും ഉപനിഷത്തുകളുമാണ് അല്ലെ. ഇവ ഏത് ഭാഷയിലാണ് രചിക്കപ്പെട്ടത്? സംസ്കൃത ഭാഷയിലാണ്. എന്നാൽ ഈ സംസ്കൃത ഭാഷയേക്കാൾ പഴക്കം ചെന്ന ഭാഷയാണ് തമിഴ് ഭാഷ. അപ്പൊ ഈ വേദങ്ങളിലും ഉപനിഷത്തുകളിലും ഉള്ളതിനേക്കാൾ ഉപരിയായുള്ള കാര്യങ്ങൾ തമിഴ്നാട്ടിലെ തമിഴ് സിദ്ധന്മാരുടെ പാടലുകളിലെ ശൈവ സ്തോത്രങ്ങൾക്കുള്ളില് ഒക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് മഹാഗുരുവിന് മനസ്സിലായത് കൊണ്ടായിരിക്കണം മഹാഗുരുവിന് ഈ തമിഴ് സിദ്ധന്മാരോടും തമിഴ്നാടിനോടും പ്രത്യേകിച്ച് പളനിയോടും ഒക്കെ ഒരു പ്രത്യേക ബന്ധം ഉണ്ടായത്. മഹാഗുരു അനുകമ്പാ ദശകം എന്ന കൃതിയിൽ അനുകമ്പാ മൂർത്തികളായി ചിത്രീകരിച്ച് കാണിച്ചിട്ടുള്ള അപ്പര്, തിരിജ്ഞാന സംബന്ധര്, സുന്ദരമൂർത്തി നായനാര്, ഇവരെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലെ. ഇവരെല്ലാം തമിഴ് സിദ്ധന്മാരാണ്. ഇവരുടെ പാടലുകൾ അഥവാ ഇവരുടെ ശിവസ്തോത്രങ്ങളാണ് തേവാരങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആ തേവാരങ്ങളുടെ മോഡലിലാണ് തൃപ്പാദങ്ങൾ തേവാര പതികങ്ങൾ എന്ന കൃതി നമുക്ക് സംഭാവന ചെയ്തത് എന്ന് മനസ്സിലാകുന്നു. തന്നെയുമല്ല പഴനിയിലെ സുബ്രഹ്മണ്യനുമായിട്ട് തൃപ്പാദങ്ങൾക്ക് വല്ലാത്തൊരു ബന്ധം ഉണ്ടായിരുന്നു. ഭഗവാന്റെ പളനി സന്ദർശനത്തെ കുറിച്ച് പഠിക്കുമ്പോൾ പലതവണ ഭഗവാൻ പഴനിയിൽ പോയിട്ടുണ്ട് എന്നറിയാൻ സാധിക്കുന്നു. ഈ പളനിയിലെ സുബ്രഹ്മണ്യനെ സ്തുതിച്ചുകൊണ്ട് തന്റെ രുച മാറാൻ വേണ്ടി, രോഗം മാറാൻ വേണ്ടി ഭഗവാൻ രചിച്ച കൃതിയാണ് ഏത്? വിശാഖ ഷഷ്ടി. ഇത്യുൽകൃഷ്ട വിശാഖ ഷഷ്ടി സമഭിഖ്യാതം മഹദ്വർണ്ണനീയം അസ്ത്വത്യുൽക്കടമോദമെന്റെ രുചശാന്തിക്കായി രചിച്ചേനകം അത്യന്തം ദൃഢഭക്തിപൂർവമിതു പാഠം ചെയ്വവർക്കും വദ പ്രത്യൂഹാദി കൊടുത്തു സൗഖ്യമധികം നൽകും ശിവൻ ഷൺമുഖൻ. ഇത്രയും ഉത്കൃഷ്ടമായ വിശാഖ ഷഷ്ടി മഹത് വർണ്ണനീയമാണ്. ഈ വിശാഖ ഷഷ്ടി എന്ന കൃതി
ഭക്തിപൂർവം പാരായണം ചെയ്യുന്നവർക്ക് പ്രത്യൂഹാദി, സംശയം വേണ്ട, സൗഖ്യം അധികം, രോഗശാന്തി തരും. മമ രുജശാന്തിക്കായി രചിച്ചേനകം, ഇത് എന്റെ രോഗശാന്തിക്ക് വേണ്ടി ഞാൻ രചിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭക്തിപൂർവം ഇത് പാരായണം ചെയ്താൽ രോഗസൗഖ്യം ഉണ്ടാകും. ഇത് പ്രത്യൂഹാദിയാണ്, സംശയമില്ലാത്ത കാര്യമാണെന്ന് ഭഗവാൻ പറഞ്ഞിരിക്കുന്നു. അപ്പൊ വിശാഖ ഷഷ്ടി എന്ന കൃതി പഴനി മുരുകനെ സ്തുതിച്ചുകൊണ്ടാണ് എഴുതിയിട്ടുള്ളത് അല്ലെ. ഒട്ടാകെ എന്നും ഒരു പട്ടാംഗമായ വഴി എന്ന് തുടങ്ങി അവസാനിക്കുന്നത് പളനി സുബ്രഹ്മണ്യൻ എന്ന ഒരു പ്രകീർത്തനത്തിലാണ് ആദ്യത്തെ ശ്ലോകം അവസാനിക്കുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ പഴനിയിലെ സുബ്രഹ്മണ്യനെ സ്തുതിച്ചുകൊണ്ട് രോഗശാന്തിക്കായി ഭഗവാൻ രചിച്ച കൃതിയാണ് വിശാഖ ഷഷ്ടി എന്ന് മനസ്സിലാകുന്നു. അപ്പൊ ഈ പളനി സുബ്രഹ്മണ്യനെ സ്തുതിച്ചുകൊണ്ട് രചിക്കപ്പെട്ട ഒരു പ്രധാനപ്പെട്ട തമിഴ് സ്തോത്രം നിങ്ങൾക്കൊക്കെ പരിചയമുള്ളതാണ്. അത് നമ്മുടെ ശ്രദ്ധയിലേക്ക് പതിയുകയുണ്ടായി. കന്ദഷഷ്ടി കവചം കേട്ടിട്ടില്ലേ? അത് ഷഷ്ടിയെ നോക്ക സരവണ ഭവന ശിഷ്ടർ കുതകും സെങ്കടിർവേല കേട്ടിട്ടില്ലേ? ഇതിനിടയ്ക്ക് പലയിടത്തായി ശരഹണൻ എന്ന പ്രയോഗം വന്നിട്ടുണ്ട്. അത് കണ്ടപ്പോ വീണ്ടും ശരഹണനെ കുറിച്ച് അറിയാൻ താല്പര്യം തോന്നിയതുകൊണ്ട് ഗൂഗിളിൽ വെറുതെ സെർച്ച് ചെയ്ത് നോക്കി ശരഹണൻ. അപ്പൊ തമിഴ്നാട്ടില് ധാരാളം ആളുകൾക്ക് ശരഹണൻ എന്ന പേരുണ്ട്. യഥാർത്ഥത്തിൽ പഴനി എന്ന സ്ഥലത്തിന്റെ പേര് പഴനി എന്നാണ് അല്ലെ. തമിഴ്നാട്ടുകാർ അതിനെ എന്താ വിളിക്കുക? പളനി എന്നാ വിളിക്കുക. കാരണം എന്താണ്? അവർക്ക് വഴങ്ങില്ല, ഒരു പളം എന്നല്ലേ പറയാ. പഴം എന്ന് പറയാൻ അറിയില്ലാത്തതുകൊണ്ട് പളം എന്നാണ് പറയാ. എന്ന് പറയുന്നത് പോലെ പളനി എന്നവര് പറയുന്നതാണ്. എന്നതുപോലെ വന്നു ചേർന്ന ശരവണന് പകരം വന്നു ചേർന്ന ഒരു വാക്കാണ് ശരഹണൻ. അപ്പോ ഈ കന്ദഷഷ്ടി കവചത്തില് ഒരു സ്ഥലത്ത് ഇപ്രകാരം പറയുന്നു: രഹണ ഭവസ റിഹണ ഭവസ വിനഭവ ശരഹണ വീരാ നമോ നമ സരഹണ നിര നിര നിരന. ഇവിടെ രണ്ടിടത്തായിട്ട് സരഹണ സരഹണ എന്ന് ആവർത്തിച്ചിരിക്കുന്നു. രഹണ ഭവസ രര. അപ്പൊ ഈ ഒരു രീതി റിം 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 റിക്തശോക പ്രകൃതി പരമജംഘാലമാനീല നേത്രം രും 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 രൂക്ഷകായ പ്രതിഭടഹനനം, ഇങ്ങനെ വരുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഈ ഒരു തമിഴ് സ്തോത്ര പാടലുകളിൽ വരുന്ന ഒരു പ്രത്യേക രീതിയാണ് ഭഗവാൻ ഈ ബാഹുല്യാഷ്ടകം എന്ന കൃതി രചിക്കാനായിട്ട് അവലംബിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ശരവണൻ ശരഹണനായി മാറിയത്. ഗുരുവിന് തെറ്റുപറ്റിയതൊന്നും അല്ല.